ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചെന്നൈയിലെത്തി ഏകദേശം 3 മാസത്തോളം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെയാണ് മുംബൈയിലേക്ക് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ അപ്പയും അമ്മയും കൂടെ കൂടെ വന്നു. ബിസിനസ് എല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പതിയെ പതിയെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു, ഒന്നൊഴികെ തൻ്റെ പെണ്ണിനെ. ബിസിനസ്സിൻ്റെയും മറ്റും തിരക്കിനിടയിൽ അവന് നാട്ടിലേക്ക് പോകാനോ ആമിയെ കാണാനോ കഴിഞ്ഞിരുന്നില്ല. അവളിപ്പോൾ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയാൻ കഴിയാതെ ഒരുക്കിക്കഴിഞ്ഞ ദിവസങ്ങൾ. ഒരിക്കൽ ആമി ഓർത്തുള്ള തൻ്റെ സങ്കടം കണ്ടിട്ടാണ് വാസുദേവൻ നീ വിളിച്ച അവൾ വരുമെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടു വാടാ എന്ന് പറഞ്ഞത്. കേട്ടപ്പോൾ ആദ്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുഖത്തെ അവിശ്വസനീയത കണ്ടിട്ടാവണം വാസുദേവൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. പോയി എൻ്റെ മരുമകളെ വിളിച്ചുകൊണ്ട് വാടാ. അപ്പയുടെ ആ വാക്കുകളിൽ നിന്നുള്ള ഊർജ്ജമാണ് തൻ്റെ നിമിഷങ്ങൾക്കകം കേരളത്തിലെത്തിച്ചത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അവൻ അറിഞ്ഞത് തൻ്റെ ആമയെ വെങ്കടേശ്വർ എവിടേക്കോ മാറ്റിയെന്ന്. ഒരുപാട് അന്വേഷിച്ചു. ഒടുവിലൊരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അവൾ കോയമ്പത്തൂർ ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ എങ്ങനെയും അവളുടെ അടുത്തെത്താനുള്ള ഓട്ടമായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞ വാർത്ത തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തിയിരുന്നു. തൻ്റെ ആമയുടെ ഉള്ളിൽ തൻ്റെ അംശം വളർന്നിരുന്നു അത്രേ. 10 മാസം തൻ്റെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ ചുമന്നു. എന്നാൽ അതിനേക്കാൾ തന്നെ തളർത്തി കളഞ്ഞത് പിറന്ന വീണ നിമിഷങ്ങൾക്കകം തൻ്റെ കുഞ്ഞ് ഈ ലോകം വിട്ടുപോയി എന്ന വാർത്തയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുന്ന നിമിഷങ്ങൾ. ഒടുവിൽ ആ രാത്രി തന്നെ തൻ്റെ ആമയും കുട്ടി മുംബൈയിലേക്ക് മടങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഇങ്ങോട്ടിൽ നിന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിരാവിലെ ക്ഷേത്രത്തിൽ നിന്നുമുള്ള പ്രഭാത കീർത്തനം കേട്ടുകൊണ്ടാണ് ദേവൻ കണ്ണുകൾ തുറന്നത്. ഒരു നിമിഷം അവൻ ആ മുറിയിലാകെ ഒന്ന് നോക്കി. ഓരോന്നോർത്ത് വെളുപ്പിന് എപ്പോഴോ കിടന്നതുകൊണ്ട് തന്നെ അവനിൽ നിന്നും ക്ഷീണം വിട്ടുമാറിയിരുന്നില്ല. അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന ആമിയ ദേവൻ കാണുന്നത്. അവൻ്റെ കൈകൾ പതിയെ അവിടെ ഒന്ന് തലോടി. അവളെ കരഞ്ഞു വീർത്ത മുഖം കാണുന്തോറും അവൻ്റെ ഉള്ളിൽ വേണിയോടുള്ള ദേഷ്യം അധികരിച്ചു കൊണ്ടിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ മരണത്തേക്കാൾ അവളെ വേദനിപ്പിക്കുന്നത് ആ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നു കളഞ്ഞതാണല്ലോ എന്നോർത്താണെന്ന് അവനറിയാമായിരുന്നു. അവനൊന്നും മിണ്ടാതെ കുറച്ച് സമയം അവളെ തന്നെ നോക്കിയിരുന്നു. ആ സമയം അവൻ്റെ മനസ്സിലേക്ക് അവളെയും കൊണ്ട് മുംബൈയിലേക്ക് പോയ നിമിഷങ്ങളാണ് കടന്നു വന്നത്. മുംബൈയിലെത്തിയ ശേഷമുള്ള ആമിയുടെ അവസ്ഥ അതും ഇന്ന് ദേവന് ഓർക്കാൻ പോലും ഭയമാണ്. ആരോടും മിണ്ടാതെ ആരെയും കേൾക്കാതെ ദിവസങ്ങളോളം ഇരുട്ടുമുറിയിലെ ഒരു മൂലയിൽ മുട്ടിൽ മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്ന രൂപത്തെ അവൻ പേടിയോടെ ഓർത്തുപോയി. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോലും യാതൊരു മാറ്റവും അവളിൽ ഉണ്ടായിരുന്നില്ല. അപ്പയും അമ്മയും താനും കൂടെ മാറി മാറി അവളെ പരിചരിച്ചു. ഒടുവിൽ ഡോക്ടർ കുര്യൻ തോമസിൻ്റെ 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റിൽ അവളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നെ ഒരു കുഞ്ഞിനെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നത്. ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവളിലെ വേദനയുടെ ആഴം അല്പമെങ്കിലും കുറയുമെന്ന് തനിക്കും തോന്നിയിരുന്നു. അങ്ങനെ ദീർഘനാളത്തെ ചികിത്സയുടെ ഫലമായി തൻ്റെ ആമി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങൾക്ക് കൂട്ടായി അവനുമുണ്ടായിരുന്നു. തൻ്റെയും ആമിയുടെയും പ്രണയവല്ലരിയിലെ 2ാമത്തെ മോട്ട് കാശിനാഥൻ എന്ന ഞങ്ങളെ കാശിക്കുട്ടൻ. 8 വർഷങ്ങൾക്ക് മുൻപ് അപ്പ മരിക്കുമ്പോൾ കാശിക്ക് 4 വയസ്സായിരുന്നു. ഇപ്പോൾ അവന് 12 വയസ്സ്. മുംബൈയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കാൻ പാർട്ടിയോടൊപ്പം അപ്പ അവിടെ തറവാട്ടിൽ പോയിരിക്കുവാണ്. 2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരും. അവൻ്റെ ഓർമ്മയിൽ ദേവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ടേബിളിലിരുന്ന അവൻ്റെ ഫോൺ ബെല്ലടിച്ചതും അവനൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഇടം കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചിരുന്ന ആമയെ പതിയെ ബെഡിലേക്ക് ഇറക്കി കിടത്തിയ ശേഷം അവൻ വേഗം എഴുന്നേറ്റ് ടേബിളിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ. മറുവശത്തും കേട്ട വാക്കുകളിൽ അവനൊരു പുഞ്ചിരി തെളിഞ്ഞു. ഓ ഓക്കെ, യു ആർ ഓൾവേസ് വെൽക്കം മാൻ. മറുപടി പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുമ്പോൾ ആമി പതിയെ കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആമി. പതിഞ്ഞ ശബ്ദത്തിലുള്ള ദേവൻ്റെ വിളിക്കടുത്തും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി. സങ്കടമൊക്കെ മാറിയോ? അവൾ നെറുകിയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളൊരു വാടി പുഞ്ചിരി മറുപടിയായി നൽകി. എൻ്റെ സങ്കടം ഈ ജന്മം ഇനി മാറില്ലല്ലോ ദേവേട്ടാ. തീരാ ദുഃഖമല്ലേ നമ്മൾ അനുഭവിക്കേണ്ടത്. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പതിയെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ജനലോരം പോയി നിന്നു. അല്പസമയം അവളെ നോക്കിയതിന് ശേഷം അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. ആമി, സമനില കൈവിടല്ലേ മോളെ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പതിയെന്ന് പുഞ്ചിരിച്ചു. എനിക്ക് വീണ്ടും പഴയതുപോലെ ഭ്രാന്ത് വീഴുമോ എന്ന് ഏട്ടൻ ഭയക്കുന്നുണ്ട് അല്ലേ? അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പേടിക്കേണ്ട ഏട്ടാ, ഇനി ദേവേട്ടൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരില്ല. പക്ഷേ ഈ ലോകത്തെ ഒന്നും കണ്ണു തുറന്ന് കാണാൻ പോലും അനുവദിക്കാതെ വെറും വാശിയുടെ പേരിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞവരോട് എന്നിലെ അമ്മയ്ക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലേട്ടാ. എൻ്റെ കുഞ്ഞ് അനുഭവിച്ച വേദനയുടെ ഒരംശമെങ്കിലും അവരും അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവളുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പ്രതികാരഗ്നിക്ക് വേണിയെ ചുട്ടുകൊല്ലാനുള്ള ശേഷിയുണ്ടെന്ന് അവന് തോന്നി. അവൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. എല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർ ആരെയും നമ്മൾ വെറുതെ വിടില്ല. അത് ആമിയുടെ ദേവേട്ടൻ ആമയ്ക്ക് തരുന്ന വാക്ക്. അവൻ അവളുടെ ഇടം കൈയിലെ വലം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പുഞ്ചിരി. ആ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ആനന്ദും നന്ദിനിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ പറഞ്ഞു കേട്ടും അവളുടെ കണ്ണുകളൊന്ന് വിടാർന്നു. നേരാണോ ദേവേട്ടാ? അവർ വരുന്നുണ്ടോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. വരുന്നുണ്ടെടു. അവർ അവിടെ നിന്നും പുറപ്പെട്ടു. ഒരു പുഞ്ചിരിയോടെ ദേവൻ പറഞ്ഞതും ആമയുടെ മുഖത്തും അതേ പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ഇനിയും ഒത്തിരി ദൂരം ഉണ്ടോ നന്ദേട്ടാ? കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പിൻ്റെ കാലിൽ തട്ടിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആനന്ദിനോടായി നന്ദ് ചോദിച്ചു. ഇനിയും ഒരു 2 hours കൂടെ ഉണ്ട്. അവൻ പറഞ്ഞു കേട്ട് അവളൊരു നെടുവീർപ്പോടെ കുഞ്ഞിനെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി. മോളെ ബേബി സീറ്റിലേക്ക് ഇരുത്തിയിട്ട് താൻ വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ, വെളുപ്പിന് എഴുന്നേറ്റതല്ലേ. അവൻ പറഞ്ഞതും അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. വേണ്ട നന്ദേട്ടാ, ഇവളെൻ്റെ കയ്യിലിരുന്നോട്ടെ. ചിലപ്പോൾ കിടത്തുമ്പോൾ ആയിരിക്കും കണ്ണ് തുറക്കുന്നത്. അവൾ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അവനും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് നോക്കി കാർ ഓടിച്ചു. നഗ്നമായ ആ പെണ്ണുള്ളിലേക്ക് നാഗത്തെ പോലെ അയാൾ ചുറ്റി വരിഞ്ഞിട്ട് പടർന്നു കയറി. ആ 4 ചുവരുകൾക്കുള്ളിൽ അവിടെ ശ്വാസോച്ഛ്വാസങ്ങൾ അലയടിച്ചു കൊണ്ടിരുന്നു. ദീർഘനേരത്തെ ആവേശം കെട്ടടങ്ങിയതും അയാൾ തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണു. ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ടവൻ കട്ടിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ശേഷം ടേബിളിലിരുന്ന സിഗരറ്റ് എടുത്ത ചുണ്ടിൽ വെച്ചുകൊണ്ട് ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ചു. ബേബ്, അവളൊരു വശ്യതയോടെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് കയറിക്കിടന്നതും അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി താഴേക്കിട്ടു. ഹൗ ഡേ യു? എന്ത് ധൈര്യമുണ്ടായിട്ടടി നീ എൻ്റെ ദേഹത്തേക്ക് കയറിക്കിടന്നത്? അവൻ അവളെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും അത്രയും നേരം അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആ പെണ്ണുടലിനെ അവൻ അവജ്ഞയോടെ നോക്കി. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവളെ നമ്പരന്ന് പോയി. അവൾ വേദനയോടെ അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബേ പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിറി. നീ ഇപ്പോൾ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ വേണ്ടേ? ചുവന്ന കണ്ണുകളോടെ അവളെ ക്രൂരമായി നോക്കി ചിരിച്ചുണ്ടാവാൻ ചോദിച്ചതും അവൾ പേടിയുടെ ഉമ്മിനീരിറക്കി. അവൾ വേണ്ടെന്ന് പറയുന്നതിന് മുന്നേ അവൻ്റെ കയ്യിൽ നിരുന്ന സിഗരറ്റ് അവനുള്ള ഇടതുമാറിലേക്ക് കുത്തിയിറക്കി. അവളുടെ അലർച്ച ആ മുറിയിലാകെ അലയടിക്കുന്നത് അവനൊരു ക്രൂരമായ സംതൃപ്തിയോടെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഭായ്, പെട്ടെന്ന് പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടതും അവൻ അവളെ ഉക്കോടെ നിലത്തേക്ക് തള്ളിയിട്ടു. ഡി, ഈ സഹീർ മുഹമ്മദിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ അവകാശമുള്ള ഒരേ ഒരു പെണ്ണ് ഈ ലോകത്ത് തന്നെയുള്ളൂ. നന്ദിനി നമ്പ്യാർ. അവളല്ലാതെ ഒറ്റ ഒരുത്തിയെങ്കിലും അതിന് മുതിർന്നാൽ മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ അവർക്ക് കിട്ടാനില്ല. അവളെ നോക്കി അലർച്ചയോടെ അവൻ പറഞ്ഞതും അവൾ പേടിയുടെ പിന്നിലേക്ക് പതുങ്ങിയിരുന്നു. അവളെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിയ ശേഷം അവൻ നിലത്ത് കിടന്ന ബോക്സർ എടുത്ത് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. പാലക്കാട് അഗ്രഹാരത്തിലേക്ക് കാർ തിരിഞ്ഞതും വിടർന്ന കണ്ണുകളോടെ നന്ദു അവിടേക്ക് നോക്കിയിരുന്നു. ഓ, ഈ പെരുമഴക്കാലം സിനിമ കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ അഗ്രഹാരത്തിലൊന്ന് പോകണമെന്നത്. ഇപ്പം അതും പൂവണിഞ്ഞു. നിരനിരയായി കാണുന്ന വീടുകളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞതും ആനന്ദൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴും നന്ദുവിനെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുകയായിരുന്നു. മോൾ എഴുന്നേറ്റില്ലല്ലോടാ? ഇല്ല, നല്ല ഉറക്ക. രാവിലെ എഴുന്നേറ്റതല്ലേ? അവൾ പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്തുകൊണ്ട് ആനന്ദം കാറിൽ നിന്നും ഇറങ്ങി. ഇതിൽ ഏത് വീടായിരിക്കും നന്ദേട്ടാ? ദേവസാറിൻ്റെ ഒക്കെ വീട്? അറിയില്ലടാ, വിളിച്ച് ചോദിച്ചു നോക്കാം. അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ദേവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നിമിഷങ്ങൾക്കകം അവിടെ തൊട്ടു മുന്നിലായി കാണുന്ന വീടിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ദേവൻ പുറത്തേക്ക് വന്നു. തൊട്ടു പിന്നാലെ തന്നെ ആമയും ഉണ്ടായിരുന്നു. ഹേയ് ആനന്ദ്, ഹൗ ആർ യു മാൻ? ഗുഡ് സാർ. അവരിന്ന് ഹഗ് ചെയ്തുകൊണ്ട് ദേവൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. നന്ദുവിനോടും അയാൾ വിശേഷങ്ങൾ ചോദിച്ചു. അതിനെല്ലാം അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും മാമി വന്ന് കുഞ്ഞിപ്പെണ്ണെ കയ്യിലേക്കെടുത്തു. ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അവൾ വേറെ വാശിയൊന്നും ഉണ്ടാക്കിയില്ല. വാ മോളെ. അവൾ നന്ദുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. വാടു. അവർ പോയതിൽ പിന്നാലെ ഒരു പുഞ്ചിരിയോടെ ദേവനും ആനന്ദിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ദേവൻ്റെ ഓഫീസ് റൂമിലിരുന്ന് എന്തൊക്കെ ബിസിനസ്സുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദിനെയും ദേവനെയും ഒരു നെടുവീർപ്പട നന്ദു നോക്കിയിരുന്നു. ഉച്ചയ്ക്കെത്തിയതായിരുന്നു അവർ അഗ്രഹാരത്തിൽ. വന്നയുടനെ ഭക്ഷണം കഴിച്ച് പ്രൊജക്റ്റ് ഡിസെക്ഷൻ എന്നും പറഞ്ഞ് ഓഫീസ് റൂമിലേക്ക് കയറിയതാണ് രണ്ടും കൂടെ. ഇപ്പോൾ 5 മണിയായിരിക്കുന്നു. ഈ നേരം വരെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തിന്? ഒന്ന് മുഖം ഉയർത്തി നോക്കിയിട്ട് പോലുമില്ല. അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരുന്നു.
അപ്പോഴാണ് കുഞ്ഞു പെണ്ണിയും കയ്യിൽ എടുത്തുകൊണ്ട് ആമി അങ്ങോട്ടേക്ക് വന്നത്. നന്ദു എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എന്തോ ആലോചിച്ചുകൊണ്ട് സോപാനപ്പടിയിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദുവിനെ അരികിലേക്ക് വന്നുകൊണ്ട് ആമി ചോദിച്ചതും അവൾ മുഖം തിരിച്ച് അവരെ ഒന്ന് നോക്കി. ഏയ് ഒന്നുമില്ല ആമിയമ്മേ, ഞാൻ വെറുതെ ഒരുന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നതാ. അവൾ പറഞ്ഞുകൊണ്ട് നേരെ ഇരുന്നതും അവളുടെ കണ്ണുകൾ ആമിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു പെണ്ണിൻ്റെ നേരെ നീണ്ടു. അവളെ കണ്ടതും നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വന്ന നേരം മുതൽ അവൾ ആമിയുടെ കയ്യിൽ തന്നെയായിരുന്നു. മമ്മ എന്നും വിളിച്ചുകൊണ്ട് ആമിയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അവൾ കൈ നീട്ടി കുഞ്ഞിനെ വാങ്ങി തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ആമി കൊടുത്ത ഒരു അരിമുറുക്കിൻ്റെ കഷ്ണം അവൾ മുന്നിലത്തെ 4 പല്ലുകൾ വെച്ച് കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദു ഇരിക്കട്ടോ, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. അവൾ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നതും നന്ദു അവർ പോയ വഴിയൊന്ന് നോക്കി. വന്നു കയറിയപ്പോൾ മുതൽ അവൾ ആമയെ ശ്രദ്ധിക്കുന്നതാണ്. എന്തോ ഒരു വിഷമം ആ മനസ്സിനെ അരട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം എന്നോണം ആ കണ്ണുകൾ ഇടയ്ക്ക് നിറയുന്നുമുണ്ട്. അന്ന് മുംബൈയിൽ വെച്ച് കണ്ടപ്പോഴും ആ മുഖത്ത് തളം കെട്ടിക്കിടന്ന വിഷാദം തനിക്ക് മനസ്സിലായതാണ്. പക്ഷേ എന്ന മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പുഞ്ചിരി ആ മുഖത്തു നിന്നും പാടെ മാഞ്ഞു പോയിരിക്കുന്നു എന്നവൾ ഓർത്തു. അപ്പോഴേക്കും ഒരു ട്രെയിൽ 4 കപ്പ് കോഫിയുമായി ആമി വന്നിരുന്നു. വാ നന്ദു, ഇത് അവർക്ക് കൊടുത്തിട്ട് വരാം. നന്ദുവിനോട് പറഞ്ഞുകൊണ്ട് ആമി ഓഫീസ് റൂമിലേക്ക് കടന്നതും പിന്നാലെ തന്നെ നന്ദുവും ചെന്നു. ദേ ഇനി കോഫി കുടിച്ചിട്ടാകാം പ്രൊജക്ട് ഡിസ്കഷൻ. അകത്തേക്ക് കയറി ആമി മുന്നിൽ കാണുന്ന ടേബിളിലേക്ക് കോഫി ട്രേ വെച്ചുകൊണ്ട് വിളിച്ചതും ഇരുവരും ലാപ്പയിൽ നിന്ന് മുഖമുയർത്തി നോക്കി. വാടു, ഇനി കോഫി കുടിച്ചിട്ടാകാം ബാക്കി. ദേവൻ പറഞ്ഞുകൊണ്ട് പതി എഴുന്നേറ്റ് മുണ്ടൊന്നും മുറുക്കിയെടുത്തു. അപ്പോഴേക്കും ആനന്ദ് എഴുന്നേറ്റ് വന്ന് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിരുന്നു. ആനന്ദിൻ്റെ കയ്യിലെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ദേവൻ മുന്നോട്ട് നടന്നതും സൈഡിൽ കിടന്ന ടേബിളിൽ കാൽ തട്ടി അവൻ മുന്നോട്ട് നാഞ്ഞു. സാർ. പെട്ടെന്ന് ദേവൻ്റെ അടുത്തായി നിന്ന് നന്ദു അയാളെ താങ്ങി പിടിച്ചു. കെയർഫുൾ സാർ. നന്ദു പറഞ്ഞതും ദേവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവളെ കവിൾ ഒന്ന് തട്ടിക്കൊണ്ട് നേരെ നിന്നു. ദേവേട്ടാ. അപ്പോഴേക്കും മാമിയും ആനന്ദും അയാളുടെ അരികിലേക്ക് എത്തി. എന്തെങ്കിലും പറ്റിയോ സാർ? ഏയ് നത്തിങ് മാൻ, ഐ എം ഓക്കെ. അയാൾ പറഞ്ഞുകൊണ്ട് ആമയെ ചേർത്ത് പിടിച്ചു. ഒന്നില്ലടൂ. ആമയുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അയാൾ അവളെ കവിൾ തട്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു. അവളും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ടേബിളിൽ നിന്ന് കോഫി എടുത്ത് അവർക്ക് കൊടുത്തു. ആവണി. കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി പുറത്തേക്ക് വരികയായിരുന്നു ആവണി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ സഹപ്രവർത്തകയായ മേഘയായിരുന്നു അത്. മേഘ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ച ആകുന്നേയുള്ളൂ. നാട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഒരു വീടെടുത്ത് റെൻറ്റിന് താമസിക്കുകയാണ്. കൂടെ അവിടെ ഒരു ബ്രദറും ഉണ്ട്. മേഘ മിസ് നേരത്തെ ഇറങ്ങിയോ? എന്നും ബ്രദർ വന്നിട്ടാണല്ലോ പോകുന്നത്. ഇന്ന് എന്ത് പറ്റി? തൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന മേഘയെ നോക്കിക്കൊണ്ട് ആവണി ചോദിച്ചു. ഏട്ടന് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു, രാത്രിയകം തിരികെ എത്തുമ്പോൾ. അതുകൊണ്ട് എന്നോട് ബസ്സിൽ പോകാൻ പറഞ്ഞു. മേഘ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും ആവണിയും അവളെ അനുഗമിച്ചു. ഇരുവരും സംസാരിച്ചുകൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എതിർവശത്തെ ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന കാറിലിരുന്നുകൊണ്ട് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ആവണി കാണുന്നത്. ശ്രീയേട്ടൻ. അവളെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകളും അവളെ തേടി വന്നു. അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ അരികിലേക്ക് വന്നു. ശ്രീയേട്ടനെന്താ ഇവിടെ? അവനെ കണ്ടപ്പോഴുള്ള പതർച്ച മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവൾ അവനോടായി ചോദിച്ചു. ഞാൻ നിന്നെ കൂട്ടാൻ വന്നതാ. നാളെ കഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിൽ ഉത്സവമല്ലേ? ലക്ഷ്മിപുരത്തുനിന്നും എല്ലാവരും തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞു. അതാ ഞാൻ വന്നത്. വാ, വന്നു കയറ്. അവൻ പറഞ്ഞതും അവളൊന്ന് പതറി. അവൻ്റെ മനസ്സ് അറിഞ്ഞ ശേഷം ആദ്യമായിട്ടായിരുന്നു അവനോടൊപ്പം ഇങ്ങനൊരു യാത്ര. എന്തുകൊണ്ടോ അവൾക്കാകെ ഒരു അസ്വസ്ഥത തോന്നി. താൻ വരുന്നില്ലേ? അവൻ എന്നോട് കടുപ്പിച്ച് വിളിച്ചതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞ് മേഘയെ നോക്കി. ഞാൻ പോട്ടെ മേഘ, നാളെ കാണാം. മേഘയോട് പറഞ്ഞുകൊണ്ട് ആവണി അവളെ നോക്കിയപ്പോഴാണ് അവൾ എങ്ങോട്ട് നോക്കിക്കൊണ്ട് തറഞ്ഞു നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നെറ്റിച്ചുളിച്ചുകൊണ്ട് അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ആവണി ഒരു നിമിഷം വല്ലാതെയായി. സ്ത്രീയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മേഘ. മുഖത്ത് വിരിഞ്ഞ അസ്വസ്ഥതയോടെ അവൾ മേഘയെ തട്ടി വിളിച്ചതും അവൾ ഞെട്ടിലോടെ തിരിഞ്ഞ് ആവണിയെ നോക്കി. എന്താ ആവണി? പതർച്ചയോടെ അവൾ ചോദിച്ചതും ആവണി സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. അത് ഏട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ പോകുവാണെന്ന് അവൾ സ്ത്രീയെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും മേഘയുടെ കണ്ണുകൾ അവനെ ആകെ ഒന്ന് നോക്കി. അത് ആവണിയുടെ ഏട്ടനാണോ? അതെ, ഏട്ടനാണ്. പക്ഷെ സഹോദരനല്ല, എൻ്റെ മുറച്ചെറുക്കനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ച ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ട് താനങ്ങനെ പറഞ്ഞെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ആ നിമിഷം കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു മേഘയോട് യാത്ര പറഞ്ഞ ശേഷം ആവണി വേഗം സ്ത്രീയുടെ അരികിലേക്ക് ചെന്ന് കാറിലേക്ക് കയറിയിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. കാരണം അവൾ മേഘയോട് താൻ അവളുടെ സഹോദരനെല്ലാം മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞത് അവൻ വ്യക്തമായി കേട്ടിരുന്നു.
തന്നെ അവൾ അംഗീകരിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണോ അവൾ അങ്ങനെ പറഞ്ഞെന്ന് ഒരു വേള അവൻ ചിന്തിച്ചു. എങ്കിലും അമിതമായ ഒരു പ്രതീക്ഷ നൽകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പോകുന്ന വഴിയിലൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ശ്രീ അവനെയൊന്ന് നോക്കി. അവൻ എന്തോ കാര്യമായ ആലോചനയിലാണ്. തന്നെയൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ട് അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത ഉടലെടുത്തു. അതിന് പ്രധാന കാരണം അവൻ്റെ മേലുള്ള മേഘയുടെ നോട്ടം തന്നെയായിരുന്നു. ഇങ്ങേർക്ക് എന്നെ ഒന്ന് നോക്കിയാൽ എന്താ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടെ നോക്കി. മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സ്ത്രീ ഈർഷ്യയോടെ നോക്കിയ ശേഷം അവളൊരു നെടുവീർപ്പോടെ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്നു. നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ വാണി? അല്പസമയം കഴിഞ്ഞ് സ്ത്രീയുടെ ചോദ്യം കേട്ടതും അവൾ മുഖം തിരിച്ച് അവനെ ഇന്ന് നോക്കി. എനിക്കൊന്നും വേണ്ട, വീർപ്പിച്ച മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞിരുന്നതും അവൻ സംശയത്തോടെ അവളെ ഇന്ന് നോക്കി. എങ്കിലും അവനൊന്നും മിണ്ടാൻ പോയില്ല. ചിലപ്പോൾ താൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു നിമിഷം അവൻ ചിന്തിച്ചു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ മുന്നോട്ട് നോക്കി കാർ ഓടിക്കുമ്പോൾ വീർപ്പിച്ചു വെച്ച മുഖവുമായി പാവം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ആവണി പുറത്തേക്ക് നോക്കിയിരുന്നു.